ശരിക്കും അതെന്താണ് ഈ വേദവും ഉപനിഷത്തുക്കളും എന്ന് പറയുന്നതൊക്കെ? വേദം എന്നുള്ള വാക്കിൻ്റെ കോർ അർത്ഥം ഒരു അറിവിനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആത്മാവാണ് യജമാനൻ. മനസ്സെപ്പോഴും അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കും. ബാക്കി ഇന്ദ്രിയങ്ങൾ കിടന്ന് പണിയെടുക്കണം കണ്ടുകൊണ്ട്. അപൗരുഷയമാണ്, അത് ആരും പറഞ്ഞിട്ടില്ല, ആരും എഴുതിയതല്ല, അത് വന്നതാണ് എന്നാ പറയും. അതിന് കാരണം എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് ഓരോന്നും നോക്കൂ. നമുക്കത് ആരും തന്നതല്ല, നമ്മുടെ ഉള്ളിലുണ്ടായത്. അത് ആരാ തന്ന് അറിയില്ല. അതുകൊണ്ടാണ് അതിനെ അപൗരുഷയം എന്ന് പറയുന്നത്. പണ്ട് മഹർഷിമാർ ഇങ്ങനെ ഡീപ്പർ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ അത് എന്തും ആവാം. ഞാൻ ആരാ, എൻ്റെ അസ്തിത്വം, എൻ്റെ ഐഡൻറ്റിറ്റി എന്താ, ഞാൻ എവിടുന്ന് വന്നു, എവിടേക്ക് പോകും, ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസിനെ അവനവനിലും പ്രകൃതിയിലും അന്വേഷിച്ചു. വേദങ്ങൾ മാർഗനിർദ്ദേശമല്ല. വാസ്തവത്തിൽ സ്ക്രിപ്ചർ എന്നുള്ളത് തന്നെ ഒരു വെസ്റ്റേൺ വാക്കാണ്. എന്താണോ ഈ പ്രപഞ്ചത്തിൻ്റെ, നമ്മൾ ഈ കാണുന്ന ലോകത്തിൻ്റെയും കാണാത്ത ലോകത്തിൻ്റെയും യാഥാർത്ഥ്യമായിട്ടിരിക്കണം. എല്ലാം നശിച്ചാലും എന്തവശേഷിക്കുമെന്നുള്ള തേടലാണ്. ദർ ഇസ് ലോട്ട് ഓഫ് മിസ്കൺസെപ്ഷൻ ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ വെൻ യു സേ ദറ്റ് വേദിക് കൾച്ചർ ആയാലും ശരി, ഉപനിഷത്തുകളിലായാലും ശരി, സനാതനധർമ്മമാണെച്ചാലും ശരി, എല്ലാത്തിലും അതും ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്ഷൻസ് പറയുന്നതും ഈ സോ കോൾഡ് ഹിന്ദുസ് തന്നെയാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അതൊരു കാര്യം ഞാൻ പറയാം. ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇത് ആരെയും അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഉള്ളിൽ ഉണർവുണ്ടാവുന്നവൻ, അറിയണം എന്ന് ആഗ്രഹം തോന്നുന്നവൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് ഈ ധർമ്മം. ഇതൊരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല, അങ്ങോട്ട് കയറി പഠിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അവരെ ഒരു ഫോൾഡിൽ കൊണ്ടുവരുന്ന പോലെ അല്ല ശരിക്കും ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ നിൽക്കുന്നത്. ഓക്കെ, 1. 2, നമ്മൾ ഇന്ന് ഹിന്ദു നാമധാരികളേ ഉള്ളൂ, ഹിന്ദുക്കളില്ല. അതെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഇപ്പോൾ സന്യാസിമാരുടെ ഒരു പദയാത്ര വരുന്നുണ്ട്, മാർഗദർശന മണ്ഡലം. അപ്പോൾ അതിന് പാലക്കാട് ജില്ലയിൽ അതിൻ്റെ മേഖലയുടെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് 1-2 മീറ്റിങ്ങുകൾക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പ്രഭാഷണത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന 80% ആത്മഹത്യകൾ ഹിന്ദുക്കളാണ് എന്ന് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞു. വാട്ടെവർ, എനിക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയില്ല. 80% ഹിന്ദുക്കളാണ് ആത്മഹത്യ ചെയ്യണമെന്ന് അദ്ദേഹം ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് ശേഷമായിരുന്നു എൻ്റെ പ്രസംഗം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും സദസ്സിനോടും പറഞ്ഞു, യഥാർത്ഥ ഹിന്ദു ആത്മഹത്യയില്ല, യഥാർത്ഥ ഹിന്ദു ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യണവൻ ഹിന്ദുവിൻ്റെ പേരുണ്ടാവാം, ഹിന്ദു അല്ല. അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് വെറും ആ നെയിമിങ്ങാണ്, നെയിം കൊണ്ടാണ്. ഈ ധർമ്മം അറിയണവന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ഈ ധർമ്മത്തെ ഉൾക്കൊണ്ടവന് എന്നെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം അവസാനിച്ചു എന്നുള്ള മിഥ്യാബോധം ഉണ്ടാവില്ല. സ്വയം ഒരു സ്ഥലത്ത് പോയിട്ട് ജനിക്കാൻ കഴിയില്ല. അവൻ്റെ ഡിസിഷൻ അനുസരിച്ച് ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് പോയിട്ട് ജനിക്കാനുള്ള പ്രൊറോഗേറ്റീവ് കൊടുത്തിട്ടില്ല പ്രകൃതി. കൊടുത്തിട്ടുണ്ട്, ഋഷിമാർക്കും ഭഗവാനും സാധിക്കും, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് സാധിക്കില്ല. പക്ഷേ അവനവനെ വധിക്കാൻ, കൊല്ലാനുള്ളത് നമ്മുടെ കർമ്മത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനവനെ കൊല്ലുന്നതാണ് ഏറ്റവും നീചകർമ്മമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ ശരീരം തന്നിരിക്കണം എന്താ, ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസാണ്. എന്തിനാണ് ഈ നരകങ്ങളിൽ കൊണ്ടുപോകുന്നത്? നരകങ്ങളിൽ കൊണ്ടുപോയിട്ട് തല്ലി അടുപ്പിച്ച് അതേ വേദനിപ്പിക്കാനല്ല, നരകങ്ങളിൽ കൊണ്ടുപോകുന്നത് വീണ്ടും ഒരു ജന്മത്തിന് വേണ്ടിയിട്ട് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റീസൈക്ലിംഗ് ആണ് നടക്കുന്നത്. ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയതിൻ്റെ മാലിന്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ചൂടിനും എന്താ പറയുക ഉരുക്കലിനും ഒക്കെ വിധേയമാക്കണം, അല്ലേ? ഇത് തന്നെയാണ് നരകത്തിൽ നടക്കണം, നരകസങ്കല്പം. അത് നരകവും ലോകങ്ങളല്ല. അതിപ്പോൾ ഇന്നത്തെ പ്രഭാഷണത്തിൽ പ്രധാനമായിട്ട് അതാ വരാൻ പോകുന്നത്, ഗരുഡപുരാണത്തിൽ. നരകം ലോകങ്ങളല്ല, മനസ്സിൻ്റെ തന്നെ അവസ്ഥകളാണ്. നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ കവി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വർഗം ഉണ്ടാക്കണതും നരകം ഉണ്ടാക്കണതും. ഒരേ വീട്ടിൽ താമസിക്കുന്ന 2 ആൾക്കാരിൽ ഒരാൾക്ക് ആ വീട് സ്വർഗ്ഗമായിരിക്കും, മറ്റേ ആൾക്കത് ഒരു തടവറയായിരിക്കാം. നരകാവസ്ഥയും സ്വർഗാവസ്ഥയും പോലും ശരീരം വേർപെട്ട് പോയിട്ടുള്ള ആത്മാവിനോടുകൂടി ചേർന്ന് നിൽക്കണം. ആ ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞിരുന്ന ഐഡൻറ്റിറ്റിയാണ് പ്രേതം എന്ന് പറയുന്നത്.
ആ മനസ്സ് മാത്രമായിട്ട് മാറുകയാണ്. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. ഇല്ല. നമ്മളവിടെ ഉണ്ടെന്ന് പോലെയല്ല, നമ്മൾ വേറൊരു ലോകത്തുണ്ട്. പക്ഷേ അതെ. പ്രേതാവസ്ഥ അതാണ്. അവിടെ റിയലി ബോഡി ഉണ്ടാവില്ല എന്നുള്ളൂ. ഓക്കെ, റൈറ്റ് റൈറ്റ്. മനസ്സിലായി? സ്വപ്നാവസ്ഥയ്ക്ക് തുല്യമായ അവസ്ഥയാണ് പ്രേതാവസ്ഥ. ഏതാവസ്ഥയും. അവിടെ മൈൻഡുണ്ട്. അപ്പോൾ ആ മൈൻഡിന് ഞാൻ ചെയ്ത നല്ലതിനെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ അത് സ്വർഗാവസ്ഥയായി. ഞാൻ ചെയ്ത തെറ്റുകൾ വേറെ ആർക്കും അറിയില്ലെങ്കിലും അവനവനറിയും. ശരീരം പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലംസ് തുടങ്ങുക, റിഗ്രറ്റുകൾ തുടങ്ങുക. അതാണ് നരകാവസ്ഥയായിട്ട് മാറുന്നത്. അങ്ങനെ വളരെ ഒരു സൈക്കോസോമാറ്റിക് എന്ന് പറയും നമുക്ക്. ഓക്കെ. സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള ഒരു 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 കാഴ്ചപ്പാട് വേണം. അതൊരു മെഡിക്കൽ ടേം കൂടിയാണല്ലോ ശരിക്കും. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക, മനസ്സിലാണ് നമ്മൾ ഇതിനെ ക്യാരി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ ഇരിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ഉത്ഭവം വരണത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് നമ്മൾ കുറേ ചിന്തിക്കും, അതും മനസ്സാണ്. അത് പ്രവർത്തിപ്പിക്കും ശരീരത്തിനെ കൊണ്ട്. എന്നിട്ട് ഞാനത് ചെയ്തു എന്നോ ചെയ്യേണ്ടിയിരുന്നില്ല എന്നോ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഞാനാണ് ചെയ്തതെന്ന് ആരോടും പറയണ്ട, ആരും അറിയണ്ടെന്നോ, അല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് എല്ലാവരും അറിയണമെന്നോ, എങ്ങനെയാണെങ്കിലും ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് തന്നെയാണ്. ഇത് മുഴുവൻ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെ ആലോചിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കർമ്മമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഒരു ബിഫോറും ആ സമയത്തും ആഫ്റ്ററുമായിട്ട് ഉള്ള ബാഗേജുകളായിട്ടാണ് നടക്കണം. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കർമ്മങ്ങളുടെ സഞ്ചയങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കും. ഇത് ഈ ബോഡി പോകുമ്പോൾ അടുത്തേക്ക് പോകും. ഇത് വാസനകളായിട്ട് കിടക്കും. പണ്ട് പൂർവ്വത്തിൽ ചെയ്തതിൻ്റെ ഒരു അനുഭവം കിടക്കും, ഒരു വിത്ത്. അപ്പോൾ ഉള്ളിൽ അനുകൂല സാഹചര്യം വരുമ്പോൾ അതുപോലെ അനുഭവം വേണം തോന്നും. അതെങ്ങനെ നടത്താമെന്നുള്ള ചിന്തയായി പിന്നെ അതിന് പ്രവർത്തിക്കും. എന്നിട്ടത് നടത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പുതിയൊരു അനുഭവം ഉണ്ടാവും. അത് വീണ്ടും വാസനയായിട്ടുള്ളിൽ കിടക്കും. ഈ ചക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏത് ആക്ടിവിറ്റി എടുത്ത് നോക്കൂ. ഇപ്പോൾ ചില ആൾക്കാർ പറയും, ഈ വീട്ടിൽ ചായ ആർക്കും ഇഷ്ടമല്ല, ഇവൻ മാത്രം ഉണ്ടാവുകയാണെങ്കിൽ ചായ കുടിക്കും എന്ന് പറയും. ഇതിൻ്റെ കാരണം ഇങ്ങനത്തെ ചെറിയ മണ്ടേനായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഈ കർമ്മത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിടക്കുന്നുണ്ടാവും. പാരമ്പര്യമല്ലാണ്ട് ജന്മങ്ങളിൽ കൂടെ വരണം. ഇപ്പം ഞാൻ നേരത്തെ പരദേവതയും ഇതും പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യക്കാരുടെ കർമ്മഫലവും നമ്മുടെ കർമ്മഫലവും ചേരണത് പോലെ എപ്പോഴും രണ്ട് സ്ട്രീമുണ്ട് നമ്മളിൽ. ജീനിൽ വരും. അവൻ്റെ മുത്തച്ഛൻ അതായിരുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ എന്ന് പറയും. പക്ഷെ ചിലവരല്ല, പാട്ടേ പാടാൻ കഴിവില്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ ഗംഭീര പാട്ട് പാടുന്ന കുട്ടിയായിരിക്കും. ചിത്രം വരയ്ക്കാൻ കഴിവില്ലാത്ത എത്രയോ തലമുറയായിട്ട് ഒരു കലയായിട്ട് ബന്ധമില്ലാത്തവരുടെ വീട്ടിൽ ചിത്രകാരന്മാരുണ്ടാവും അല്ലേ. അത് വരുന്നത് ജന്മങ്ങളിൽ കൂടെയാണ്. വളരെ രസമാണ് അതിൻ്റെ യാത്ര. വേദങ്ങളോ ഉപനിഷത്തുക്കളോ മനുഷ്യരെടുത്ത് വിസ്പർ ചെയ്യണിച്ചാൽ ഒരു വാക്ക് അതെന്തായിരിക്കും? അതൊരു വാക്കാണോ, അതൊരു ശബ്ദമായിരിക്കുമോ? ഞാൻ എഴുതിയത് ഇതായിരുന്നു, ഇഫ് വേദാസ് കുഡ് വിസ്പർ one thing to every human being today, what would that whisper be? ആ ഒരു വേർഡ് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ശ്രദ്ധയാണ്. ഓക്കെ. വേദം പറയുള്ളൂ. വേദം എന്നല്ല, ഏതറിവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു നോളജാണ് മനുഷ്യന് അവനവൻ്റെ സ്വരൂപം തിരിച്ചറിയാൻ എന്നുള്ള ആ അൾട്ടിമേറ്റ് നോളജിലേക്കുള്ള വഴി തുറക്കേണ്ടത്. വെറുതെ ഒരു തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനുഭവത്തിൽ കൊണ്ടുവരാനുള്ളൊരു സാധനമാണ്. അതിനാദ്യം എന്താ വേണ്ടത്? അതായിരിക്കും അവർ ആദ്യം ചെവി പറയുക. ഒരു കുട്ടിയെ പിടിച്ച് നടത്തിക്കുമ്പോൾ ആദ്യത്തെ കാല് വെപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ടല്ലോ. അപ്പോൾ പറയണ വാക്കാണ് ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ശ്രദ്ധിക്കണവനെ ജ്ഞാനം കിട്ടുള്ളൂ. തൽപരഹ, താല്പര്യം ഉണ്ടാവണം. സംയതേന്ദ്രിയ, പുറത്ത് കണ്ണും കാതും ഒന്നും പറക്കാണ്ട് പറയണേൽ ശ്രദ്ധിച്ചിരിക്കണവനെ അറിവ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് എല്ലാ പ്രവർത്തികളും. ശ്രദ്ധയാണ് ഈ പവർ ഓഫ് നൗ. ഈ നിമിഷത്തിൽ ജീവിപ്പിക്കലാണ് ശ്രദ്ധ വാസ്തവത്തിൽ. അതിന് വേറെയും ധാത്വർത്ഥമൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാം. ശ്രദ്ധയോടുകൂടിയിട്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായതുകൊണ്ടാണ് പിതൃക്കളുടെ പൂജ ശ്രാദ്ധം. ദേവന് പൂജികളെക്കാളും ശ്രദ്ധ വേണമെന്നാണ് പിതൃക്കളെ പൂജിക്കുമ്പോൾ. അതിന് കാരണം നമ്മൾ താങ്ക് ചെയ്യണം നമ്മുടെ ലീനിയേജുകൾ, നമ്മുടെ ജീൻസിനെ. കാരണം ഈ വെഹിക്കിൾ ഉള്ളതുകൊണ്ടല്ലേ ഈ ബാക്കി അക്രമമൊക്കെ കാണിക്കാൻ പറ്റുന്നത്.
ഈ വെഹിക്കിൾ ഉള്ളതുകൊണ്ടല്ലേ ഒരുന്നിരുന്ന് തപസ് ചെയ്യാനും അവനവനെ ആത്മവിചാരം ചെയ്യാനും അവനവൻ്റെ സ്വരൂപം കിട്ടാനും പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിതൃക്കളെ പൂജിക്കണമെങ്കിൽ ഇത്ര പ്രാധാന്യം കൊടുക്കണതും ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കണേനും. അതുകൊണ്ട് ശ്രദ്ധ ഇപ്പോൾ കർക്കിടക മാസത്തിൽ പറയാൻ പറ്റിയ ഇതുമാണ് ശരിക്കും. കാരണം വാക്ക് എന്നുള്ള നിലയ്ക്ക് തന്നെ ശ്രദ്ധയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഞാൻ സാധാരണ ശ്രീരാമസ്വാമിയുടെ ഒരു ചിത്രം പറയുമ്പോൾ പറയാറുണ്ട്, നടുക്ക് ഈശ്വരനായിട്ടുള്ള ശ്രീരാമൻ നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രീരാമൻ്റെ ഒരു വശത്ത് നിൽക്കുന്നത് ശ്രീരാമനെ കാത്തുരക്ഷിക്കണ ആരാ? ശ്രീരാമൻ്റെ ശരീരത്തിനെ ശ്രദ്ധയാകണ ലക്ഷ്മണനാണ്. ഈശ്വര ചിന്തയെ കാത്തുരക്ഷിക്കേണ്ടത് ശ്രദ്ധയാണ്. ഈശ്വര ചിന്തയെ കാത്തുരക്ഷിക്കണ ശ്രദ്ധ ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെ ഒപ്പം ജനിച്ചിട്ടുണ്ട്. ഈശ്വര ചിന്ത ഉണ്ടാവണ കാലത്തെ ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. പിന്നെയാണ് ഭക്തിയാകുന്ന സീത വരണത്, പ്രണയം. കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ്, പക്ഷെ ശ്രദ്ധ പണ്ടേ ഉണ്ട്. ലക്ഷ്മണൻ എന്നോ നിഴൽ പോലെ ശ്രീരാമൻ്റെ പുറകെയുണ്ട് താടകാവധത്തിലും അല്ലേ, കുട്ടികളാകുമ്പോഴേ ഒന്നിച്ചാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ബന്ധം കൂടുതലായിരുന്നു എന്ന് പറയണതിൻ്റെ കാരണം. ഈശ്വരനെ എപ്പോഴും കൊണ്ടു നടക്കുക ശ്രദ്ധയാണ്. ഭക്തി ഇല്ലെങ്കിലും ശ്രദ്ധ വേണം. നമ്മൾ പറയും ഭക്തി ശ്രദ്ധ എന്നാണ് പറയുക. ഫോക്കസ് വന്നാൽ താനെ ഭക്തി വന്നോളും. ഭക്തി ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധ വേണം, ഇല്ലാണ്ട് വരില്ല. ഇത് വന്നാലേ നമ്മുടെ കുരങ്ങാകണ മനസ്സ് കാലിൽ അടങ്ങിയിട്ട് അവിടെ ഇരിക്കുള്ളൂ, ഹനുമാൻ അവിടെ ഉണ്ടാതിരിക്കുള്ളൂ. അതാണ് ആ ചിത്രം കണ്ടിട്ട് പഠിക്കേണ്ടത് പറയും. അപ്പോൾ ശ്രദ്ധയ്ക്ക് അത്ര പ്രാധാന്യമാണ്. ശ്രദ്ധയാണ് ഊണുമുറക്കം ഉപേക്ഷിച്ചിട്ട് ചേട്ടനെ നോക്കണത്. ഭക്തിയെയും ഈശ്വരനെയും കാത്തു സൂക്ഷിക്കുക, ഊണുമുറക്കം ഉപേക്ഷിച്ചിട്ട്. 14 കൊല്ലം ഉറങ്ങിയിട്ടില്ല ലക്ഷ്മണൻ എന്നാ പറയുക അല്ലേ. ആ ലക്ഷ്മ ശബ്ദത്തിൽ തന്നെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നൊരു അർത്ഥമുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞാലും ലക്ഷ്യത്തിലെത്തിക്കണമെന്നുള്ള അർത്ഥം ലക്ഷ്മണ ശബ്ദത്തിലും അതുണ്ട്. ഈ ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിലും വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധയാണ് ഏറ്റവും വലിയ ധനം. ശ്രദ്ധയില്ലാത്തവന് ജീവിതത്തിലും വിജയിക്കാൻ പറ്റില്ല, ആധ്യാത്മികതയിലും വിജയിക്കാൻ പറ്റില്ല, എവിടെയും വിജയിക്കാൻ പറ്റില്ല. യു വിൽ ബി എ ഫെയിലിയർ. പടച്ച് ശ്രദ്ധിക്കാൻ പറ്റാം, ഒരു കാര്യത്തിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കാണ്ടിരിക്കാൻ സാധിക്കാത്ത ഒരാൾ. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോഴേ അപ്പോഴേക്കും വേറെ ചിന്തിക്കും. ഇനി ഒരാൾ പറയുമ്പോൾ അപ്പോഴേക്കും തലയിൽ വേറെ റീലോടും. ഇങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്, ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളത്. പല ആൾക്കാരുടെയും പ്രശ്നം അത്രയും കാലം ധരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തകർന്നടിഞ്ഞ് വീഴുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. അവരുടെ അസ്തിത്വമേ പോകണതുകൊണ്ടാണ് അവർ ഈ റിയാക്ട് ചെയ്യുന്നതും പ്രശ്നങ്ങളാവണം. നേരെ മറിച്ച് മനസ്സ് തുറന്നു വെച്ചിട്ടുള്ള ഒരാൾക്ക് ഈ ശ്രദ്ധ താനെ ഒരു ഗുണമായിട്ട് വരും. അല്ലാത്തവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ശ്രദ്ധയുള്ളവനെ ആത്മസ്വരൂപം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ശ്രദ്ധയുള്ളവനെ ഏത് പ്രവൃത്തിയിലും വിജയിക്കുള്ളൂ. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രദ്ധയാണ് പവർ ഓഫ് നൗ. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ശ്രദ്ധ. ഇത് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സുകളുണ്ട് നമ്മുടെ അവിടെ പല രീതിയിലും. പക്ഷേ നൺ ഓഫ് ദം ഡസൻ കൺവേ സച്ച് മെത്തേഡ്. അതായത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, എങ്ങനെ അതിനെ കൺസീവ് ചെയ്യണം എന്നുള്ളത്. ഞാനത് വേറെ മനഃപൂർവ്വം പറഞ്ഞല്ല, ഞാനങ്ങനെയാണ് പഠിച്ച്. ഞാനൊരു സാധാരണക്കാരൻ, അശോകനെ പോലെ ഞാനൊരു ഗൃഹസ്ഥനല്ലേ. നമ്മൾ രണ്ടുപേരും പ്രൊഫഷണൽസാണ്. നമ്മുടെ കോർ പണി ഇതൊന്നുമല്ല. പക്ഷെ നമ്മൾക്ക് ഇത് സാധിക്കുമെങ്കിൽ ഇത് നമ്മളെപ്പോലുള്ള എത്രയോ സാധാരണക്കാർക്ക്, സത്യം പറഞ്ഞാൽ നമ്മുടെ പോലും തിരക്ക് പിടിച്ച ഷെഡ്യൂൾസ് അല്ല ചിലർക്ക്. ഇപ്പം നമ്മുടെ ഒന്നും 9 to 5 ജോബുകാരാണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഒന്നും ജീവിത രീതിക്ക്. അങ്ങനെയുള്ളവർക്ക് പോലും ഇത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളവിടെയാണ് നമ്മളെപ്പോലുള്ള ചില ഭ്രാന്തന്മാർ ഇതിനെ അന്വേഷിച്ചിറങ്ങിയത് അല്ലേ. സത്യം. അപ്പോൾ ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, എല്ലാറ്റിൻ്റെയും ആ രസം കണ്ടുപിടിക്കുക. എസ്സെൻസാണ് രസം. രസച്ചരട് എന്ന് പറയും നമ്മൾ. ആ എസ്സെൻസ് കണ്ടുപിടിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആന്തരാർത്ഥം കിട്ടും. ആ രസം അറിഞ്ഞാൽ അതിൽ നമ്മൾ റിവൽ ചെയ്യുക, ആനന്ദിച്ചാൽ അതാണ് രാസക്രീഡ. ഓക്കെ, അതാണ് ശരിക്കത് ബ്രഹ്മവിദ്യയാണെന്ന് പറയാൻ കാരണം. രാസക്രീഡ ബ്രഹ്മവിദ്യയാണെന്ന് പറയാൻ കാരണം ഏതൊരു വസ്തുവും നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ രസത്തെ ആസ്വദിക്കും. ഒരു കഥ, ഒരു സിനിമ കാണുന്നു, ഒരു പാട്ട് കേൾക്കണു, അതിൻ്റെ എസ്സെൻസാണ് നമ്മൾ എടുക്കുന്നത്. അത് ആസ്വദിക്കുന്ന സമയത്ത് അത് രാസക്രീഡേ, അല്ലാണ്ട് അതൊരു സെക്ഷൽ ഫെസ്റ്റിവൽ അല്ല അത്. ട്രൂ. കാരണം ഭഗവാൻ എൻ്റെ വയസ്സ് വളരെ ചെറിയ കുട്ടിയാണ്. 7 വയസ്സ് 8 വയസ്സോ 8 വയസ്സിൻ്റെ പ്രായമൊക്കെയാണ് രാസക്രീഡ കാലത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞ് ഇപ്പോൾ സ്കൂൾ ഓഫ് തോട്ടുകൾ പറഞ്ഞു. എന്തുകൊണ്ട് വ്യത്യസ്ത സ്കൂൾ ഓഫ് തോട്ടുകൾ ഉണ്ടായിച്ചു കഴിഞ്ഞാൽ നോ വൺ ഈസ് ഈക്വൽ ടു അനദർ പേഴ്സൺ. എല്ലാവരും യുണീക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള പുതിയ ചിന്താരീതികൾ ഉണ്ടാക്കി വന്നിട്ട് ഇത്രയും സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടായത്. നേരെ മറിച്ച് നമുക്കെന്താ വെച്ചാൽ മറ്റു മതപദ്ധതികൾ ഒരാളുടെ ചട്ടക്കൂട് അടിച്ചിട്ട് അയാൾ പറഞ്ഞ മാത്രം മതി നിങ്ങൾ ജീവിച്ചാൽ പറഞ്ഞ് നമുക്കെന്താ വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ കുറച്ചുകൂടെ എളുപ്പപ്പണി അതാണ്.
സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ അത് വാങ്ങി കഴിക്കും. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു കൺസീവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഇല്ലേ എന്നിപ്പോൾ അശോകനെ ചോദിച്ചു. എന്തിനാ അങ്ങോട്ട് ഐഡിയ? അശോകിൻ്റെ ഡെവലപ്പ് ചെയ്യാം, എനിക്ക് എൻ്റെ ഡെവലപ്പ് ചെയ്യാം, വേറൊരാൾക്ക് വേറെ ആളുടെ ഇതിന് ഡെവലപ്പ് ചെയ്യാം. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്താണ്. പെറ്റമ്മയ്ക്ക് അറിയും 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളിൽ ഇവൻ ഇത്തിരി എരിവ് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല, മറ്റേ ആൾക്ക് അത്ര എരിവ് പറ്റില്ല. ഈ പാകത്തിനനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ ജനിതകത്തിനും അവൻ്റെ പൂർവ്വജന്മങ്ങളുടെ ക്വാളിറ്റീസിനും വാട്ട് വി ഇൻഹെറിറ്റ് ഫ്രം അവർ പ്രീവിയസ് ബർത്ത് ആസ് വെൽ ആസ് വാട്ട് വി ഇൻഹെറിറ്റ് ബൈ ബോഡി, ഇത് രണ്ടിനും അനുസരിച്ച് വേണം അത്ര ഗുരുനാഥൻ ഗൈഡ് ചെയ്യാൻ. അപ്പോൾ ഗുരുനാഥൻ വെറൊരു മോൾഡിങ് ആളാണ്, ഒരു ഗൈഡാണ്. അയാളെ ഒരിക്കലും ഇൻസ്ട്രക്ടർ എന്ന് വിളിക്കരുത്. ഹി ഡസൻ ഇൻസ്ട്രക്ട്, ഹി ജസ്റ്റ് ഷോസ് യു ദ വേ. ഇതാ ഇങ്ങനെയുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പല പ്രഭാഷണങ്ങളിൽ യഥാർത്ഥ ഗുരുക്കന്മാർ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മളിൽ അടിച്ചേൽപ്പിക്കില്ല എന്ന് പറയാൻ കാരണം, ഇന്ന് പലരും ചെയ്യണം എന്താ, അവരിട്ട ചെരുപ്പിനെ നമ്മുടെ കാലിനെ ഇട്ട് എന്നിട്ട് പറയും നിൻ്റെ കാലം അനുസരിച്ച് മുറിച്ചോ പറയും. അതല്ല വേണ്ടത്. ശ്രീരാമകൃഷ്ണദേവൻ്റെയൊക്കെ ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറില്ല, അദ്ദേഹം ഒരിക്കലും തന്നെപ്പോലെ ഒരു ശിഷ്യനെ സൃഷ്ടിക്കാൻ ശ്രമിച്ചില്ല. ബ്രഹ്മാനന്ദ സ്വാമിയും വിവേകാനന്ദ സ്വാമിയും രാമകൃഷ്ണാനന്ദ സ്വാമിയും ശാരദാനന്ദ സ്വാമിയും നിർമ്മലാനന്ദ സ്വാമിയും ഇവർ ഓരോരുത്തരും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവരവരുടെ പൂർവ്വത്തിനും അവരവർ വന്നിട്ടുള്ള വംശങ്ങളുടെ ഇതനുസരിച്ചിട്ടുള്ള എസൻസ് അനുസരിച്ചിട്ടുണ്ട് കൊടുത്തത്. കാളിയുടെ ആരാധകനായിരുന്നു അദ്ദേഹം. അത് ഇൻഹെറിറ്റ് അഭേദാനന്ദ സ്വാമി മാത്രമാണ്. ഈ അഭേദാനന്ദ സ്വാമി എന്നാണ് ഗോൾവാർക്കറെ പോലുള്ളവർക്ക് ഉപദേശം കിട്ടുന്നത്. ആ പദ്ധതി വരണത് അങ്ങനെയാണ്, അവരുടെ റൂട്ട് അതാണ് വരണത്. നേരെ മറിച്ച് വിവേകാനന്ദ സ്വാമി അങ്ങനെയാണോ? വിവേകാനന്ദ സ്വാമിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പുറത്തിറങ്ങി പണിയെടുത്ത് ലോകത്തിനോട് സംസാരിക്കുന്ന ഒരാൾ. ശാരദാനന്ദ സ്വാമി നേരെ തിരിച്ച്, അദ്ദേഹത്തിന് ഒരു ഉപാസനയില്ല. അദ്ദേഹം ഗുരുനാഥനാണ് എൻ്റെ ദൈവം പറഞ്ഞ് ഗുരുവിനെ ഉപാസിക്കുന്ന ആൾ. ലൈഫ് ഓഫ് ശ്രീരാമകൃഷ്ണൻ എഴുതിയത് അദ്ദേഹമാണ്. ശ്രീരാമകൃഷ്ണ ലീല ചരിത്രം, ശ്രീരാമകൃഷ്ണ ചരിത്രം എഴുതിയത് അദ്ദേഹമാണ്. മാസ്റ്റർ മഹാശയൻ ഗൃഹസ്ഥനായിരുന്നു. പണ്ട് എം എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിനാണ്. യഥാർത്ഥ എം അദ്ദേഹത്തിനാണ് പണ്ട് എം എന്ന് പറയും. ഇപ്പം നമുക്ക് ശ്രീ എം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഇന്ന് ശ്രീ എം എന്ന് പറയുന്നു. പണ്ട് എം എന്ന് പറഞ്ഞ മാസ്റ്റർ മഹാശയനാണ്. മാസ്റ്റർ മഹാശയനാണ് ഗോസ്ബൽ ഓഫ് ശ്രീരാമകൃഷ്ണൻ എഴുതിയത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ എല്ലാ വചനങ്ങളും എഴുതിയെടുത്ത് സൂക്ഷിച്ച ഗൃഹസ്ഥരായിരുന്നു അദ്ദേഹം. നാഗമഹാശയനുണ്ടായിരുന്നു, ഗോലാബ്മ ഉണ്ടായിരുന്നു. അവരൊരു സാധാരണക്കാരി ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ അവരൊക്കെ അറ്റൈൻ ചെയ്തവരായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ. എന്തിന്? ലാട്ടു മഹാരാജ് നിരക്ഷരനായിരുന്നു. ശ്രീരാമകൃഷ്ണ ശിഷ്യന്മാർ പെട്ട ആളാണ്, ജോലിക്കാരനായിരുന്നു ആ വീട്ടിലത്തെ. അദ്ദേഹത്തിൻ്റെ എന്താ അകന്ന ബന്ധുവും കൂടിയായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, മോൾഡ് ചെയ്തില്ല. എന്തിന്? സ്വന്തം ഭാര്യ അമ്മ ശാരദാദേവിയുടെ അഭിരുചികൾക്കനുസരിച്ച്, അമ്മയുടെ മേക്കിനനുസരിച്ചല്ലേ അദ്ദേഹം മോൾഡ് ചെയ്തത്. അതാണ് യഥാർത്ഥ ഗുരു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെ എങ്ങനെ ഈശ്വരനെ ധ്യാനിക്കണം, എങ്ങനെ ജപിക്കണം പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. സനാതനധർമ്മം അങ്ങനെ നിയതമായ ചട്ടക്കൂടുകൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ചട്ടക്കൂടുകൾ കൊണ്ടുവന്നിട്ടുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അഷ്ടാംഗമാർഗത്തിൽ, മന്ത്രങ്ങളുടെ പുരസ്ചരണത്തിൽ. എന്തിനാണ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ട്രക്ചറുകൾ പറയണത് വരി കൂടുതൽ അടിച്ചമർത്താനും കൂടുതൽ അടിമത്തം ഉണ്ടാക്കാനുമല്ല. പ്രോസസ്സസും ഫ്രെയിംവർക്കുകളും ചട്ടക്കൂടുകളും കൊണ്ടുവന്നത് ലിമിറ്റ്ലെസ് ഫ്രീഡത്തിലേക്ക് എത്തിക്കാനാണ്. അതിനാണൊരു മന്ത്രം ഇത്ര ലക്ഷം ജപിക്കണം, അതിങ്ങനെ വെള്ളത്തിൽ നിന്ന് ജപിക്കണം, ഇങ്ങനെ ജപിക്കണം, ഇങ്ങനെ. അത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദി ഡേ ഈ ഗ്രാമറിനെ നാളെ നീ ബ്രേക്ക് ചെയ്യണം. നാളെ നീ ചിലപ്പോൾ ഉപദേശം കൊടുക്കുന്ന ഒരുത്തന്നെ ഒരു പ്രാവശ്യം ചൊല്ലി അവന് അത് സിദ്ധിയാവാം. അതാണ് തന്ത്രത്തിൻ്റെ ബ്യൂട്ടിയാണ്. തന്ത്രം ഒരേ സമയം വളരെ റിജിഡ് സ്ട്രക്ചേഴ്സും ഉണ്ട്, എന്നാൽ അത് വളരെ ലൂസിഡായിട്ടുള്ള അപ്ലിക്കേഷൻ സയൻസും ഉണ്ട്. ബുദ്ധിയും പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. നമ്മൾ യുക്തിയും ബുദ്ധിയും പ്രയോഗിച്ചിട്ട് പ്രയോഗങ്ങൾ ചെയ്യേണ്ട സമയങ്ങളുണ്ട്. പക്ഷേ ആ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഫ്രീഡത്തോട് കൂടിയിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ സ്ട്രക്ചേർഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു വരണം, ചിട്ട പഠിച്ചു വരണം. ആ ചിട്ടകളിൽ ഒരു സാധാരണക്കാരന് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് നാമജപം. 3 ഉരുവെങ്കിൽ 3 ഉരു ഡിസിപ്ലിൻഡായിട്ട് ക്വാളിറ്റി ആയിട്ട് ചെല്ലുക. കുറേ ചെല്ലാതല്ല, ഒരു ദിവസം 1000 ചെല്ലുക, വേറെ ദിവസം 100 ചെല്ലുക, ചില ദിവസം ചെല്ലാണ്ടിരിക്കുക, അങ്ങനെയല്ല. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചേഴ്സ്, അല്ലാണ്ട് അടിമത്തം ഉണ്ടാക്കാനില്ല. അതാണ് വ്യത്യാസം.
Right. ഉം. മനസ്സിലായില്ലേ? എൻഡ് ഓഫ് ദി ഡേ ഫുൾ ഫ്രീഡത്തിലെത്തും. അവൻ ശിവനാവും. ശിവനായ ഫുൾ ഫ്രീഡായി. ശിവൻ ഏത് മന്ത്രം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് വിഗ്രഹത്തിൽ വേണമെങ്കിൽ ഏത് മൂർത്തിയും കൊണ്ടുവരാം, അല്ലേ? ഏത് രൂപം എടുക്കാം, എന്തൊക്കെ വേണമെങ്കിൽ. അതെ. സർവതന്ത്ര ആ ശിവത്വത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഠിനമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ കൂടെ അങ്ങനെ ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നത്. ഞാൻ ഇതുവരേക്കും ഞാൻ കണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂസിലൊന്നും ഒരു 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 ബിഫോർ ക്ലോഷർ ഒരു ക്വിക്ക് ഫയർ റൗണ്ട് കേട്ടിട്ടില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ആയിക്കോട്ടെ. ആർക്കെങ്കിലും ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആ ബുക്ക്, എന്തുകൊണ്ടായിരിക്കും ആ ബുക്ക് ചൂസ് ചെയ്തത്? ഞാൻ സത്യം പറഞ്ഞ ഒരു പുസ്തകവും കൊടുക്കില്ല. കൊടുക്കില്ല. കാരണം ഏത് പുസ്തകവും ആ പുസ്തകത്തിൻ്റെ രീതിക്ക് ആളെ കണ്ടീഷൻ ചെയ്യും. റൈറ്റ്. ഓക്കെ. ആ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു നിശബ്ദമായ പ്രേരണയാണത്. ആക്ച്വലി ഒരു മാനിപ്പുലേഷനാണ് ഒരു പുസ്തകം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. എൻ്റെ കോർ ഐഡിയ ആണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കൊടുക്കാറുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് കൊടുത്തിട്ടുള്ള പുസ്തകം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് മൃഡാനന്ദ സ്വാമിജി തന്നിട്ടുള്ള ചെറിയൊരു പുസ്തകമുണ്ട്. വിവേകാനന്ദൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. മതമേ അല്ല പറയണതിൽ, എങ്ങനെ ഒരു മനുഷ്യൻ മര്യാദയ്ക്ക് സ്വാഭിമാനത്തോടെ നട്ടല് നിവർത്തി നിന്നിട്ട് ജീവിക്കണം. നല്ല ഒരു ജോഡി ചെരുപ്പുണ്ടാക്കാൻ പറ്റുന്ന ചെരുപ്പ് കുത്തിയെ ദിവസവും ക്ലാസ്സിൽ വിഡ്ഢിത്തരം പറഞ്ഞ പ്രൊഫസറെക്കാട്ടിലും ഞാൻ ബഹുമാനിക്കും എന്ന് സ്വാമികൾ പറയുന്നുണ്ട്. പോയി ഫുട്ബോൾ കളിക്കും, കാരിരുമ്പിൻ്റെ പേശികൾ ഉരുക്കിൻ്റെ സിരകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവത്ഗീത നന്നായി മനസ്സിലാവും. ആ പുസ്തകം ഞാൻ അനവധി പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കാറുണ്ട്, ധാരാളം കൊടുക്കാറുണ്ട്. ഒരു ക്രിയേറ്റീവ് ഒബ്സഷൻ അതർ ദാൻ സ്പിരിച്വാലിറ്റി ആൻഡ് ഫിലിം, വേറെ എന്തെങ്കിലും? ചിത്രം വരയ്ക്കലായിരുന്നു ഒരുപാട്. നിർത്തി എന്ന് പറഞ്ഞു. അത് പക്ഷേ ഞാൻ നിർത്തി. അത് ഇപ്പോൾ വരയ്ക്കാറില്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഉള്ളൊരു സംഭവം, പക്ഷേ ഞാനത് അധികം ചെയ്യാറില്ല. ഞാൻ ഈ പേപ്പർ കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. ഒറിഗാമി പോലെ. ഒറിഗാമി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ടാക്കും. ഒറിഗാമിയുടെ അത്രയ്ക്കും ചിട്ടയൊക്കെ എനിക്കുണ്ടോയെന്ന് അറിയില്ല. അതധികം പേർക്ക് അറിയില്ല ഞാനങ്ങനെ ചെയ്യും എന്നുള്ളത്. അതാണ് ഞാൻ ഒരു ഒരു ഒബ്സഷൻ എന്ന് പറയാവുന്ന ഒരു ഒബ്സഷൻ എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് ക്രിയേറ്റീവ് ഒബ്സഷനായിട്ട് ഉണ്ടായത് ചിത്രം വരെ തന്നെയാണ്. അത് ഞാൻ നിർത്തുകയും ചെയ്തു. ഓക്കെ. ഒരു പർട്ടിക്കുലർ ഹാബിറ്റ് വിച്ച് വി ആർ ട്രൈങ് ടു ബ്രേക്ക്? എനിക്ക് ഇപ്പോഴും ദേഷ്യം അൺകൺട്രോളബിൾ അല്ല. എൻ്റെ ദേഷ്യത്തിൻ്റെ പ്രധാന പ്രശ്നം ഈ ധാർമ്മിക രോഷം എന്ന് പറഞ്ഞൊരു വിഷയവും. എനിക്കേ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. അത് എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല, പക്ഷെ വേറെ എവിടെയെങ്കിലും ബാധിക്കുന്ന വിഷയമാണെന്ന് കണ്ടാൽ അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനുഷ്യരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ക്ഷേത്ര സംബന്ധിയായിട്ട് ഈശ്വരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ചെയ്യണ അന്യായങ്ങൾ അതെനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമായി ശത്രുക്കൾ ഉണ്ടാവാറുണ്ട്. കാരണം എൻ്റെ ഇതല്ലാത്ത ബാറ്റിൽസാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ. ഞാൻ മറ്റുള്ളവരോട് പറയും നമ്മൾ അവനവൻ്റെ ബാറ്റിലൊക്കെ ചൂസ് ചെയ്യണം എന്നൊക്കെ, പക്ഷേ എന്നാലും ഞാൻ കയറിയിട്ട് ചിലപ്പോൾ ഒരുപാടില്ല, പണ്ടത്തെ അത്ര നോക്കുമ്പില്ല. ആ ദേഷ്യം എനിക്കൊരു പ്രശ്നമാണ്. ഒരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ നിസ്സംഗത വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ചുകൂടെ നിസ്സംഗത ആവശ്യമുണ്ട്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഞാൻ അഫക്റ്റഡ് ആവുന്നുണ്ടല്ലോ മറ്റേ ഉള്ള വിഷയങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം എൻ്റെ സാധനയുടെ ഒരു ഇതിൽ എനിക്ക് എന്നെ ഒന്ന് സെൽഫ് അസസ് ചെയ്യുമ്പോൾ എനിക്കൊരു കുറവായിട്ട് തോന്നുന്നത് എൻ്റെ ഈ നിസ്സംഗത ഇല്ലായ്മയാണ്. ഞാൻ സെൻസിറ്റീവാണ് ഇപ്പോഴും പല കാര്യങ്ങളോടും, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോടും. ഞാൻ പറഞ്ഞത് മരവിച്ചിട്ടിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെതിരെ പ്രവർത്തിക്കണം, പക്ഷെ അതിനെ ഞാൻ എൻ്റെ അകത്തേക്ക് എടുക്കരുത്, പേഴ്സണലി ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല. അതായത് അതിൻ്റെ ഒരാളുടെ വേദന എൻ്റെ വേദനയായിട്ട് എനിക്ക് ഉള്ളിൽ വേദനയായിട്ട് വരാൻ പാടില്ല. ആ വേദന മാറ്റാനുള്ള കാര്യം ഞാൻ ചെയ്യും വേണം. ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ആ വേദന എടുക്കുന്നുണ്ട്. ആ വേദന എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോപം അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു അന്യായം എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല എന്നുള്ളത് ഒരാവശ്യമില്ലാണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ അതിപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ പറഞ്ഞു. ഇതിലേക്ക് ഒരു നമ്മളെപ്പറ്റി അറിയാവുന്ന ഒരു സത്യം മോസ്റ്റ് ഓഫ് ദി അതർ പീപ്പിൾ വിൽ ഡിസഗ്രി വിത്ത് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ. അത് പക്ഷേ മറ്റുള്ളവരറിയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സെൻസിറ്റീവ് ആണെന്നുള്ള ഒരു സംഭവം. സെൻസിറ്റിവിറ്റിയുടെ
ബിഹൈൻഡ് എന്താന്നുള്ളത് കോർ റീസൺ ആരും അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് ആളെന്ന് പറയുന്നൊരു അത് ആ അതിൻ്റെ ഒരു ആൻസർ ഇപ്പം പറഞ്ഞു. അതെ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തനായിട്ടൊരാൾ എന്നുള്ളൊരു പരിവേഷം ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ നേരെ തിരിച്ചാ. ഞാൻ വളരെ നോർമലായിട്ടൊരാളാണ്. എൻ്റെ പ്രൈവസിയെ ഞാൻ വളരെ കാത്തു സൂക്ഷിക്കണേ. അതുമാതിരി എന്താ പറയുക, എൻ്റെ ചിന്തകൾ വേറൊരാളിലും അടിച്ചേൽപ്പിക്കാത്ത, എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് ധാരാളം സ്വാതന്ത്ര്യം കൊടുക്കുന്ന, എൻ്റെ ആശയങ്ങൾ പോലെ നിങ്ങൾ നടക്കാവൂ എന്ന് പറയാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഈ വേദികളിൽ വന്നിട്ട് ഈ ആശയങ്ങൾ എങ്ങനെ പറയുക എന്നല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് ഇതാണ്. ഇത് വേണ്ടത് നിങ്ങൾക്ക് എടുക്കാം, അതെ, എടുക്കാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ശുദ്ധാശുദ്ധത്തിനെ കുറിച്ച് തന്നെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞത്. എനിക്ക് എന്നെ സംബന്ധിച്ച് എവിടേക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നുണ്ടോ, അത് ബ്രഹ്മവിദ്യയുടെ പ്രാക്ടീസിൻ്റെ ഇൻഡെക്സാണത്. ഓക്കെ. ബ്രഹ്മവിദ്യ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പറ്റും. ഇപ്പം എനിക്ക് 10 എണ്ണത്തിലേ കാണാൻ പറ്റുള്ളൂ. നാളെ ഞാൻ 20 എണ്ണത്തിൽ കാണും, 100 എണ്ണത്തിൽ കാണും, 5000 എണ്ണത്തിൽ കാണും, 1,00,000 എണ്ണത്തിൽ കാണും. സകല ജീവജാലങ്ങളിൽ കാണാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ സാക്ഷാത്കാരമായി. അപ്പോഴേ എനിക്ക് ഞാനും ഡിവൈനാണ്, അതും ഡിവൈനാണെന്നുള്ള തിരിച്ചറിവിൽ എത്തുള്ളൂ ഞാൻ. പക്ഷേ അറ്റ് സം പോയിൻറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ്, അല്ലേ? അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ ഈശ്വരനെ കാണുന്നു അതൊക്കെ ശുദ്ധ. എവിടെ ഈശ്വരനെ കാണാൻ പറ്റാത്തതുണ്ടോ അതൊക്കെ അശുദ്ധ. ഇതാണ് എല്ലാ ക്ലാസ് ഡിഫറൻസസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ക്ലാസ് ഡിഫറൻസസിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഓക്കെ. ഇത് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നിലുള്ള കുറവായിട്ട് കാണുന്നത്, എവിടെയൊക്കെ എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നില്ലയോ അതൊക്കെ എൻ്റെ കുറവാണ്. എവിടെയൊക്കെ എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നുണ്ടോ അത് എൻ്റെയൊക്കെ പ്ലസ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻറ്റ് റിവ്യൂ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഇത് എന്നെക്കുറിച്ച് അധികം പേർക്ക് അറിയില്ല. അതെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആ. എന്തെങ്കിലും എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വിച്ച് യു ഹാവ് എക്സ്പീരിയൻസ്, പക്ഷെ അതൊരിക്കലും അത് ഒരു വേർഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു? ഒരിക്കൽ അനിയൻ്റെ കൂടെ അമ്പലത്തിലിരിക്കുമ്പോൾ ഒരു അടി കിട്ടിയ കാര്യം. അതൊക്കെ പിന്നെ അനുഭവമുള്ള. അതെ, പക്ഷെ അല്ലാണ്ട് വേറെ ഇതിനൊരു സിമ്പിൾ ഒറ്റ വാക്കിൽ ഞാൻ പറയാം. അനുഭവം ഉണ്ടായി പറയാൻ പറ്റില്ല എന്ന് ഗുരുവായൂരപ്പൻ. നൈസ്. അനുഭവമുണ്ട് എന്നാൽ പറയാൻ പറ്റില്ല എന്ന് പറയുന്നതുണ്ടല്ലോ, ആ വാക്കാലെ പറയാൻ പറ്റില്ല, അത് ഗുരുവായൂരപ്പൻ. അതിൽ കവിഞ്ഞിട്ട് മുകളിലോ താഴെ ഒന്നുമില്ല, അപ്പുറം ഇപ്പുറം ഒന്നുമില്ല. അപ്പോൾ that comes the end of my first session. അതെ, സന്തോഷം. I'm so happy. നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതിന്, വിച്ച് ഇസ് ലൈക്ക് പാസ്റ്റും പ്രസൻറ്റും സംസാരിക്കുന്നുണ്ട് ത്രൂ അസ് എന്നുള്ളതിന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. സന്തോഷം, നന്ദിയുണ്ട്. ആൻഡ് ഇതേപോലെ തന്നെ ഇതെൻ്റെ ഒത്തിരി വർഷത്തൊരു സ്വപ്നവും ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് 11 അശോകനും എൻ്റെ ടീമിനും എൻ്റെ എല്ലാ ആശംസകളും. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എന്തായാലും എനിക്കും അതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ വലിയ സന്തോഷം. നല്ലൊരു സെഷനായിരുന്നു, നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നു, പറയാനും ഒരു സുഖമുണ്ട്. പിന്നെ ഞാൻ പതിവ് പോലെ പറയാതെ എൻ്റെ ശരികളാണ് ഞാൻ പറയണ ശരി. ഒരു ലോകത്തിലൊന്നും തെറ്റെന്നില്ല. ഒരു ശരിയെന്ന് അതിനേക്കാളും വലിയൊരു ശരിയിലേക്കും അതിനേക്കാളും വലിയൊരു ശരിയിലേക്കുള്ള യാത്രയാണ് എല്ലാ മനുഷ്യൻ്റെയും. അല്ലാണ്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ വിഷമിച്ചു, അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കുക. മനസ്സ് തുറന്നു വയ്ക്കുക, ഓപ്പണായിട്ടിരിക്കുക. അത് എന്ന് പഠിച്ചോ അന്ന് ആണ് നമ്മൾ ഈ പാതയിലേക്ക് കയറുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ സാധാരണ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഞാൻ നല്ലത് പറഞ്ഞെങ്കിൽ ഗുരുവായൂരപ്പൻ പറഞ്ഞാണ്, എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ്. എന്തായാലും വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.